ഹലോ കൂട്ടുകാരെ, ഒരു 5 മിനിറ്റിനുള്ളിൽ പ്രണയവും അസൂയയും അതുപോലെ വഞ്ചനയും നിറഞ്ഞ ഒരു കഥ കേട്ടാലോ? വില്യം ഷേക്സ്പിയർ രചിച്ച ഒഥല്ലോയുടെ കഥ കേൾക്കാം. വരൂ. പണ്ട് പണ്ട് സ്നേഹത്തിന്റെ നഗരമായ വെനീസിൽ ഒഥല്ലോ എന്നു പേരുള്ള ഒരു ആഫ്രിക്കൻ ജനറൽ താമസിച്ചിരുന്നു. അദ്ദേഹം ധീരനും വളരെയധികം സ്നേഹമുള്ളവനുമായിരുന്നു. എന്നാൽ ആരാണ് അദ്ദേഹത്തിന്റെ ഹൃദയം കീഴടക്കിയതെന്നറിയാമോ? ഡെസ്ഡെമോണ. വളരെ നല്ലവളായ, പണത്തിനും പദവിക്കുമെല്ലാം മുകളിൽ സ്നേഹത്തെ പ്രതിഷ്ഠിച്ച സുന്ദരിയായ ഒരു വെനീഷ്യൻ സ്ത്രീ. അങ്ങനെ ഡെസ്ഡെമോണയും ഒഥല്ലോയും ഒരു രാത്രി രഹസ്യമായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ് ഡെസ്ഡെമോണയുടെ അച്ഛനായ ബ്രബാൻഷ്യോ വളരെയധികം ദേഷ്യപ്പെടുന്നു. പക്ഷേ ഇവരുടെ പ്രണയം ഇതെല്ലാം മറികടന്നുകൊണ്ട് പൂവണിയുകയാണ് ചെയ്തത്. എന്നാൽ എല്ലാ പ്രണയകഥകളുടെയും പോലെ ഈ കഥയ്ക്കും ഒരു വില്ലൻ ഉണ്ടായിരുന്നു. ഇയാഗോ, ഒഥല്ലോയുടെ വിശ്വസ്തനായ ഇയാഗോ. കുറെ നാളുകളായി ഒരു സ്ഥാനക്കയറ്റം മോഹിച്ചിരിക്കുകയായിരുന്നു ഇയാഗോ. പക്ഷേ ഒഥല്ലോ ആകട്ടെ ചെറുപ്പക്കാരനായ കാസിയോയ്ക്ക് ഇയാഗോ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ് ഇയാഗോ വളരെ രോഷാകുലനായി. ഒഥല്ലോയെ നശിപ്പിക്കാൻ ഇയാഗോ ഒരുപാട് പദ്ധതികൾ മെനഞ്ഞു. പക്ഷേ ഇതൊന്നും വാളുകൾ കൊണ്ടായിരുന്നില്ല, അവന്റെ മൂർച്ചയുള്ള നാവ് കൊണ്ടായിരുന്നു. ഡെസ്ഡെമോണയും കാസിയോയും തമ്മിൽ രഹസ്യമായി പ്രണയബന്ധത്തിലാണെന്നും അവർ രണ്ടുപേരും ഒഥല്ലോയെ ചതിക്കുകയാണെന്നും അവൻ പറഞ്ഞു പരത്തി. ആദ്യം ഈ നുണകളൊന്നും ഒഥല്ലോ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ സാവധാനം ഇയാഗോ ഓരോരോ തെളിവുകൾ ഉണ്ടാക്കിയെടുത്തു. ഒഥല്ലോയിൽ നിന്നും ഡെസ്ഡെമോണയ്ക്ക് ലഭിച്ച സമ്മാനമായ തൂവാല ഇയാഗോ മോഷ്ടിക്കുകയും അത് കാസിയോയുടെ മുറിയിൽ വെക്കുകയും ചെയ്തു. ഇത് കാണാനിടയായ ഒഥല്ലോ ആകെ പരിഭ്രാന്തനായി. അവന്റെ ഉള്ളിൽ ഇയാഗോ പാകിയ സംശയത്തിന്റെ വിത്തുകൾ മരങ്ങളായി മുളച്ചു പൊന്താൻ തുടങ്ങി. ഡെസ്ഡെമോണയാവട്ടെ പാവം അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒഥല്ലോ ഇതൊന്നും കേട്ടതായി നടിച്ചില്ല. അവനെ അസൂയ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണുനീരുകൾ പോലും അവന് വഞ്ചനയായിട്ടാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു രാത്രി അസൂയ മൂത്ത് ഒഥല്ലോ ആ കൃത്യം നടപ്പാക്കി. അതെ, അവൻ ഡെസ്ഡെമോണയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അപ്പോഴാണ് ഇയാഗോയുടെ ഭാര്യയും ഡെസ്ഡെമോണയുടെ വേലക്കാരിയുമായ എമിലിയ രംഗത്തേക്കെത്തുന്നത്. അവൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇയാഗോ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചു. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അങ്ങനെ കുറ്റബോധവും സങ്കടവും സഹിക്കവയ്യാതെ ഒഥല്ലോ ഡെസ്ഡെമോണയുടെ അരികിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ സത്യം വെളിപ്പെടുത്തിയ കുറ്റത്താൽ ഇയാഗോ അവന്റെ ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നീചനായ ഇയാഗോയെ ഭടന്മാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ അപ്പോൾ പോലും അവന്റെ കണ്ണിൽ ഒരിറ്റു പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല. ഒഥല്ലോയുടെ കഥയിൽ നിന്നും എന്ത് പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അസൂയയും സംശയവും മൂലം നമ്മൾ എടുത്തു ചാടിയെടുക്കുന്ന ഒരു തീരുമാനവും നന്നായി അവസാനിക്കില്ല. കൂടുതൽ ലോക ക്ലാസിക് കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.